പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് മാത്രമല്ല CPI-ക്കും വലിയ തിരിച്ചടി ഉണ്ടായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. അവരുടെ MLA-മാരുടെ എണ്ണം ഏതാണ്ട് പകുതിയായി കുറഞ്ഞു. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല സംഭവിച്ചു. 64 MLA-മാരായിരുന്നു ഏതാണ്ട് 29 MLA-മാരായിട്ട് കണ്ട് കുറഞ്ഞു. പക്ഷേ CPI-ക്ക് 16 ഉണ്ടായിരുന്നത് ഏതാണ്ട് ഒരു 6, 7, 8 ഒക്കെ ആയിട്ടേ കുറഞ്ഞുള്ളൂ. 50% അവർ കുറഞ്ഞുള്ളൂ. അപ്പോൾ താരതമ്യേന അവർ CPM-മായി താരതമ്യം ചെയ്യുമ്പോൾ അവർ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ എങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കേറ്റ അതിദയനീയമായിട്ടുള്ള തിരിച്ചടിയിൽ CPI-ക്കും തുല്യമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ സമൂഹത്തിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ഇപ്പോൾ CPI-യും CPM-ഉം തമ്മിൽ വേറൊരു തർക്കം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതെന്താണ്? അത് പ്രതിപക്ഷ ഉപനേതാവ് സംബന്ധിച്ചിട്ടുള്ള തർക്കമാണ് ഇപ്പോൾ ഏറ്റവും രൂക്ഷമായി തുടരുന്നത്. നമുക്കറിയാം, പ്രതിപക്ഷത്തിൽ ഉപനേതാവിൻ്റെ സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിന് എന്തെങ്കിലും മൂല്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. പ്രതിപക്ഷത്തിന് ആകെ കിട്ടുന്ന ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനമാണ്. ആ സ്ഥാനത്തിന് മാത്രമാണ് വിലയുള്ളത്. അതല്ലാതെ പ്രതിപക്ഷ ഉപനേതാവിന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ വിലയൊന്നുമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, അതിന് ചില്ലറ ഉത്തരവാദിത്തങ്ങളേ ഉള്ളൂ. ഈ നിയമസഭയിൽ ഈ പ്രതിപക്ഷ കക്ഷികൾ തമ്മിലുള്ള ഏകോപനം ഉറപ്പാക്കുക, അതുപോലുള്ള ചില്ലറ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള വലിയ മൂല്യമൊന്നുമില്ലാത്ത ഒരു സ്ഥാനം മാത്രമാണ് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം. ആ പ്രതിപക്ഷ ഉപനേതാവിൻ്റെ സ്ഥാനം കീഴ്വഴക്കമനുസരിച്ച് CPM പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിനാണ് എന്നുള്ളതും നമ്മൾ കണ്ടിട്ടുണ്ട്. PS പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ഉപനേതാവ്, അതും നമ്മൾ കണ്ടിട്ടുണ്ട്. UDF പ്രതിപക്ഷത്തായിരുന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു പ്രതിപക്ഷ ഉപനേതാവ്. എന്തായാലും ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം തങ്ങൾക്ക് ലഭിച്ചേ തീരൂ എന്നുള്ള ഒരു നിലപാട് CPI എടുക്കുകയും ആ നിലപാടിലേക്ക് CPI കൂടുതൽ കടുപ്പിക്കുകയും ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം തങ്ങളുടെ കൂടെയുള്ള MLA-മാരിൽ മുൻ മന്ത്രിയായിരുന്ന K. രാജൻ, അദ്ദേഹം ഇപ്പോഴും ജയിച്ചു വന്നിട്ട് അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് CPI ആ ആവശ്യം മുന്നോട്ട് വെച്ചു. CPM അത് അംഗീകരിച്ചില്ല. പക്ഷേ CPI ഇത് വീണ്ടും കടുപ്പിച്ചു. എന്നിട്ടും CPI അംഗീകരിച്ചില്ല. അവസാനം CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും തമ്മിൽ ഒരു ഉഭയകക്ഷി ചർച്ച നടന്നു. ആ ചർച്ചയിൽ CPI-യുടെ ആവശ്യവും കൊടുക്കില്ല എന്നുള്ള ആവശ്യം CPM-ഉം കടുപ്പിച്ചതിനെ തുടർന്ന് ആ ഉഭയകക്ഷി ചർച്ച പരാജയപ്പെട്ടു. തങ്ങൾക്ക് ആ സ്ഥാനം തന്നില്ലെങ്കിൽ തങ്ങൾ നിയമസഭാ കക്ഷി യോഗം ചേരുന്നതിനോട് തങ്ങൾ മുഖം തിരിച്ചു നിൽക്കും എന്ന് CPI പറഞ്ഞു. CPM വഴങ്ങിയില്ല. അതിനുശേഷം ഉഭയകക്ഷി ചർച്ച നടന്നു. അതിലും CPM വഴങ്ങിയില്ല. അതിനെ തുടർന്ന് തങ്ങൾ പ്രത്യേക ബ്ലോക്കായി ഇരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് CPI കടുപ്പിച്ച് ഇങ്ങനെ നെഞ്ചു വിരിച്ച് നിൽക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ എന്താ? എന്തുകൊണ്ടാണ് CPI ഈ ഒരു ചെറിയ ആവശ്യത്തിന് വേണ്ടി ഇത്രയും കടുംപിടുത്തം പിടിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് അത്ഭുതമായി തോന്നുന്നത്. കാരണം CPIക്ക് അത് കിട്ടി എന്നതുകൊണ്ട് CPIക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പ്രതിപക്ഷം ആകെ തന്നെ 32-33 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ആ തോറ്റ പ്രതിപക്ഷത്തിൽ ഉപനേതാവ് സ്ഥാനം തങ്ങൾക്ക് കിട്ടി എന്നത് വലിയ ഒരു നേട്ടമായി CPIക്ക് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കിട്ടിയാൽ പോലും കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോൾ അറിയത്തില്ല. പക്ഷേ CPI പൊതുവിലും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രത്യേകിച്ചും ആ വിഷയത്തിൽ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് നിൽക്കുകയാണ്. ഞങ്ങൾക്കത് കിട്ടിയേ മതിയാവൂ എന്ന് ബിനോയ് വിശ്വം അതിശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാനിന്ന് വീഡിയോയിലൂടെ ചോദിക്കാൻ പോകുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് ഇതുപോലൊരു ചെറിയ വിഷയത്തിൽ ഇത്രയും വലിയ കടുംപിടുത്തത്തിലേക്ക് CPI പൊതുവിലും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രത്യേകിച്ചും പോകുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു $1 ബില്യൺ ക്വസ്റ്റ്യൻ. അതാണ് ആ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം എന്താണെന്നറിയാമോ? ആ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ, LDF-നുണ്ടായിട്ടുള്ള പരാജയത്തിലും CPIക്ക് ഉണ്ടായിട്ടുള്ള പരാജയത്തിലും ഈ പരാജയത്തിൽ CPI വഹിച്ച പങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ
CPIക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ബിനോയ് വിശ്വത്തിൻ്റെ പങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെ തന്നെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ CPIയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് പിണറായി വിജയനെതിരെ CPMൽ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് തത്തുല്യമല്ലെങ്കിൽ പോലും അതിനേക്കാളും 1-2-3 ഡിഗ്രി താന്ന അതിരൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെയും അവരുടെ പാർട്ടി യോഗങ്ങളിൽ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. CPIയുടെ തോൽവിയിൽ ബിനോയ് വിശ്വത്തിന് വലിയ പങ്കുണ്ട് എന്നുള്ള നിലയിലാണ് CPIയിൽ ചർച്ചകൾ കൊഴുത്തുകൊണ്ടിരുന്നത്. ആ ചർച്ചകളുടെ അതൊരു പ്രില്യൂഡാണ് എന്ന് CPIയിലെ ഇത്തരം കാര്യങ്ങളെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും. കാരണം CPIയിൽ വലിയൊരു വിഭാഗം ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തിനെതിരായിട്ടുള്ള നിലപാടാണ് എടുത്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ ബിനോയ് വിശ്വത്തിനെതിരായിട്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നതാണ്. ആ വിമർശനം ഈ തെരഞ്ഞെടുപ്പ് തോൽവിയോടുകൂടി വലിയ തോതിൽ ശക്തിപ്പെട്ടു വരികയായിരുന്നു. അടുത്ത സമ്മേളനത്തിൽ അത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബിനോയ് വിശ്വം നീക്കപ്പെടുന്നതിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ള സംശയം ബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിലേക്ക് പോകുന്ന നിലയിലുള്ള അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ആരോപണങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ബിനോയ് വിശ്വത്തിന് ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം എന്നുള്ള വജ്രായുധം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വീണ് കിട്ടുന്നത്. അദ്ദേഹം ബുദ്ധിമാനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായതുകൊണ്ട് അദ്ദേഹം ആ വിഷയത്തിൽ കയറിയങ്ങ് പിടിച്ചു, കയറിയങ്ങ് തൂങ്ങി. അങ്ങനെ തൂങ്ങിയിട്ട് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ CPMനെതിരെ ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള ഒരു പ്രതിച്ഛായയിലേക്ക് സാവധാനം ബിനോയ് വിശ്വം വന്നുകൊണ്ടിരിക്കുന്നു. CPMനെ നിലയ്ക്ക് നിർത്തിയിരുന്ന വെളിയം ഭാർഗവൻ, CPMനെ നിലയ്ക്ക് നിർത്തിയിരുന്ന CK ചന്ദ്രപ്പൻ, അവരൊക്കെ വഹിച്ചിരുന്ന ഒരു പങ്കിലേക്ക് വരാനുള്ള, ആ ഒരു പ്രതിച്ഛായയിലേക്ക് വരാനുള്ള വലിയ നീക്കമാണ് ബിനോയ് വിശ്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPMൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത ഒരു CPI സംസ്ഥാന സെക്രട്ടറി എന്നുള്ള പ്രതിച്ഛായയിലേക്ക് വരാനുള്ള ഒരു കഠിനാധ്വാനം ഇപ്പോൾ ബിനോയ് വിശ്വം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കറിയാൻ കഴിഞ്ഞ 5 വർഷക്കാലം പിണറായി വിജയൻ്റെ വിശ്വസ്ത വിനീത വിധേയനായിരുന്നു ബിനോയ് വിശ്വം. വിജയൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വിജയനെ പിന്തുണച്ചുകൊണ്ട് CPMകാർ വരുന്നതിനേക്കാൾ മുമ്പേ തന്നെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു നേതാവായിരുന്നു ബിനോയ് വിശ്വം. വിജയനോട് ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഒരു തരത്തിലുള്ള തർക്കത്തിനും തയ്യാറാകാത്ത ഒരു നേതാവായിരുന്നു ബിനോയ് വിശ്വം. എന്നാൽ ആ ബിനോയ് വിശ്വത്തിന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വലിയ പങ്കുണ്ടെന്നുള്ള നിലയിലുള്ള ചർച്ചകൾ അതിരൂക്ഷമായി പാർട്ടിക്കകത്ത് ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരുന്ന സമയത്ത് അത് മുൻകൂട്ടി മനസ്സിലായ ബിനോയ് വിശ്വം തനിക്കെതിരായി നടക്കുന്ന ചർച്ചകൾ വഴിതിരിച്ചു വിടുക എന്നുള്ള തന്ത്രപരമായ ഒരു ലക്ഷ്യത്തോടു കൂടി CPMനെതിരായി താൻ ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം തീർക്കുന്ന നേതാവാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഈ ഒരു മൂല്യവുമില്ലാത്ത ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൽ അദ്ദേഹം കടിച്ചു തൂങ്ങിയിരിക്കുന്നത് എന്നുള്ള വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താ? സമ്മേളനങ്ങളൊക്കെ അടുത്ത് വരുമ്പോൾ CPMനെ വരുതിക്ക് നിർത്തിയ ഒരു നേതാവാണ് താൻ എന്നുള്ള പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയും CPMനെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ CPIയുടെ നേതാവായി ബിനോയ് വിശ്വം തന്നെ തുടരണം എന്നുള്ളൊരു നിലയിലേക്ക് തൻ്റെ പ്രതിച്ഛായയെ മാറ്റി തീർക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വളരെ തന്ത്രപരമായി ബിനോയ് വിശ്വം വികസിപ്പിച്ചെടുക്കുന്ന ഒരു സംഭവ വികാസമാണ് ഈ ഉപനേതാവ് സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഈ തർക്കം എന്നുള്ള കാര്യത്തിൽ ആരും തർക്കമില്ല. കാരണം ആ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ബിനോയ് വിശ്വത്തിൻ്റെ കഴിവുകേടിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളുടെ തീവ്രത കുറയും. CPMനെതിരെ ശക്തമായി ബിനോയ് വിശ്വം പോരടിച്ച് നിൽക്കുമ്പോൾ ആ പോരടിച്ച് നിൽക്കുന്ന ബിനോയ് വിശ്വം ദുർബലനാണെന്നുള്ള ചർച്ച പാർട്ടിയിൽ അതിൻ്റെ തീവ്രത കുറയും. അങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് CPMനെ നിലയ്ക്ക് നിർത്തിയ ഒരു സംസ്ഥാന സെക്രട്ടറിയാണ് ബിനോയ് വിശ്വം എന്നുള്ളത് കൊണ്ട് അടുത്ത തവണയും ബിനോയ് വിശ്വം തന്നെ തുടരട്ടെ എന്നുള്ള നിലയിലേക്ക് പാർട്ടി സംസ്ഥാന സമ്മേളനമാകുമ്പോൾ കാര്യങ്ങളെ എത്തിക്കുക എന്നുള്ള വളരെ തന്ത്രപരമായിട്ടുള്ളതും ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു നിലപാടിൻ്റെ ഭാഗമായി ബിനോയ് വിശ്വം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു ചർച്ചയാണ് ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ച എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
പക്ഷേ ഈ ചർച്ച അവസാനം ഇതൊരു ബിനോയ് വിശ്വത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഞാണിന്മ കളിയാണ്. കാരണം ഈ തർക്കത്തിൽ വിജയിച്ചില്ലെങ്കിൽ ബിനോയ് വിശ്വത്തിന് അത് വലിയ തിരിച്ചടിയായിരിക്കും. ഈ തർക്കം, ഈ വിവാദം അതെങ്ങോട്ടാണ് ഡെവലപ്പ് ചെയ്ത് പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലായിട്ടില്ല. CPM എന്തായാലും ആ സ്ഥാനം CPIക്ക് വിട്ടുകൊടുക്കില്ല എന്നുള്ള കടുംപിടുത്തത്തിലാണ്. ആ കടുംപിടുത്തത്തിൽ CPM മുന്നോട്ട് പോയി കഴിഞ്ഞാൽ CPIക്ക് ഒരു പ്രത്യേക ബ്ലോക്കായിട്ട് ഇരിക്കേണ്ടി വരും. അങ്ങനെ ഇരിക്കാൻ CPIക്ക് കഴിയുമോ? അങ്ങനെ ഇരുന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ അറിയില്ല. ഇനി നാളെ UDF പിന്നെ LDFൽ CPI തുടരുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല. അവർക്ക് എത്ര നാൾ ഈ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. എന്തായാലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് ബിനോയ് വിശ്വം തയ്യാറല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ തർക്കം എങ്ങനെ വികസിക്കും എന്നതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ പോലും ഈ വിഷയം എടുത്തുകൊണ്ട് വന്നത് എന്തിനാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ബിനോയ് വിശ്വത്തിന് CPIക്കകത്ത് ഒരു അംഗീകാരം കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മറയായിട്ടാണ് ഈ വിഷയം ഉയർന്നു വന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇതിലൂടെ അടുത്ത പാർട്ടി സമ്മേളനത്തിലും തനിക്ക് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായി തുടരാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ബിനോയ് വിശ്വം നടത്തുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ളൊരു മുന്നൊരുക്കമാണ് ഈ തർക്കം എന്നാണ് CPIയെ അടുത്ത് നിരീക്ഷിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ തർക്കം അതെങ്ങോട്ട് പോകും എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഈ തർക്കത്തിൻ്റെ അവസാനം CPI LDFൽ ഉണ്ടാകുമോ, അതോ CPI UDFലേക്ക് പോകുമോ, പോയാൽ അവിടെ സ്വാഗതം ചെയ്യപ്പെടുമോ, ഇതൊക്കെ കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ഇപ്പോൾ ഈ നടക്കുന്ന നീക്കങ്ങൾ യഥാർത്ഥത്തിൽ ബിനോയ് വിശ്വത്തിൻ്റെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല.